ബീഹാർ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിന് ഭരണം നഷ്ടപ്പെട്ടാൽ കേന്ദ്രത്തിൽ മോഡി ഭരണം അവസാനിക്കും എന്നതാണ് യാഥാർത്ഥ്യം. ബീഹാറിൽ നിതീഷ് കുമാറിൻ്റെ അധികാരമുറപ്പിക്കാൻ വേണ്ടിയാണ് പ്രതിപക്ഷത്തിന് അനുകൂലമായ 65 ലക്ഷം വോട്ടർമാരെ പുറത്താക്കാൻ ഇലക്ഷൻ കമ്മീഷനെ മോഡിയും കൂട്ടരും കരുവാക്കിയത്. അതിനു പുറമെ 30 ലക്ഷം വോട്ടുകൾ BJPക്ക് അനുകൂലമായി കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോഴാണ് ഇന്ത്യൻ ജനാധിപത്യം അപകടത്തിലാണെന്ന രാഹുൽ ഗാന്ധിയുടെ വാദത്തിന് പ്രാധാന്യമേറുന്നത്. ഈ വോട്ടുകൊള്ള വിഘടിച്ചു നിൽക്കുന്ന പ്രതിപക്ഷം ഒരിക്കലും തിരിച്ചറിയില്ല, അല്ലെങ്കിൽ കണ്ടുപിടിക്കില്ല എന്ന വിശ്വാസമായിരുന്നു മോദിക്കും കൂട്ടർക്കും. ഇന്ത്യ ഇനി വരുന്ന 30 വർഷം തുടർച്ചയായി BJP ഭരിക്കുമെന്ന് പറയാൻ അവരെ പ്രേരിപ്പിച്ച ആത്മവിശ്വാസവും ഈ വോട്ടുകൊള്ള തന്നെയായിരുന്നു. ആ ആത്മവിശ്വാസത്തിൻ്റെ കടക്കലാണ് രാഹുൽ ഗാന്ധി എന്ന ജെയിൻ്റർ കത്തിവെച്ചത്.